എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ അഷ്ടമുടി കഥയുടെ ബാക്കിയാണ് പറയുന്നത്. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ അങ്ങ് കട്ടായിപ്പോയി. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഒരു ഉച്ച സമയമായപ്പോഴത്തേന് നമുക്കുള്ള ഫുഡൊക്കെ വന്നു. ഫുഡിൻ്റെ കാര്യം നല്ല രസകരമാണ്. ഒരു പയ്യൻ അവനകത്ത് ഒരു ബുക്കും പേനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. വന്ന് ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കും എന്താണ് വേണ്ടുന്നത്. സാധാ ഫുഡാണെങ്കിൽ 100, പിന്നെ എക്സ്ട്രാ ഫിഷും പിന്നെ കരിമീന ചാളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് നമ്മൾ ഓർഡർ ചെയ്താൽ അത് എക്സ്ട്രാ തരും. അങ്ങനെ ഇതെല്ലാം ഓർഡർ ചെയ്ത് എല്ലായിടത്തും നടന്നിങ്ങനെ ഓർഡർ എടുത്ത് അവസാനം 1:30-2 മണിയാകുമ്പോഴത്തേനായിരിക്കും നമുക്ക് ഫുഡ് കിട്ടുന്നത്. ഫുഡ് കിട്ടുമ്പോൾ വളരെ രസകരമാണ്. ഫുഡിനകത്ത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ഐറ്റം എല്ലാം അങ്ങ് തീരും. കാരണം ഇങ്ങനെ കൊടുത്ത് ചില ആളുകൾ എക്സ്ട്രാ ഒക്കെ വാങ്ങിക്കുമ്പോഴായിരിക്കും ഈ പ്രോബ്ലം വരുന്നത്. നമുക്കൊരു ചെറിയ ദേഷ്യം വരും. വിശന്ന് കുടൽ കത്തി അങ്ങ് അറ്റം പറ്റുമ്പോഴാണ് ഫുഡ് കിട്ടുന്നത്. കാരണമെന്ന് വെച്ചാൽ കുറേ ആളുകളെല്ലാം ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ അവരെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് കൂടുതലായിട്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി പതുക്കെ കഴിക്കേണ്ടി വരും. കാരണം അവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് തരും. പിന്നെ മുകളിലത്തെ ഡെക്കിൽ യാത്ര ചെയ്യുന്നവരെയാണ് കൂടുതലും കൺസിഡർ ചെയ്യുന്നത്. കാരണം അവർ കൂടിയ പൈസയൊക്കെ കൊടുത്ത VIP പവറിലങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ അവർക്കെല്ലാം കൊടുത്തിട്ടാണ് താഴെയെല്ലാം കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത് കൂട്ടുകാരെ. അങ്ങനെ ആ ഫുഡെല്ലാം കഴിഞ്ഞ് അവസാനം ഒരു 3-3:30 ആകുമ്പോഴേക്കും നമ്മൾ ഒരു ഇടത്ത് കൊണ്ടുവന്നങ്ങ് ഇറക്കും. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഒരു ചെറിയ വള്ളം പോലുള്ള ഒരു ഇതിനകത്ത് നമ്മൾ സ്പീഡ് ബോട്ട് പോലെ തോന്നും. അങ്ങനെയുള്ള ഒരു ചെറിയ ഒരെണ്ണത്തിനകത്ത് നമ്മളെ ഇതൊക്കെ ഉണ്ടല്ലോ കോട്ടൊക്കെ ഇട്ട് ഒരു 4-5 പേര് 5-6 പേരുണ്ട്. 5-6 പേര് വീതം അങ്ങ് അത് നമ്മൾ 100 രൂപ അവിടെ ഇറങ്ങുമ്പോൾ അടയ്ക്കണം. 100 രൂപ ഇതിനിങ്ങനെ പോകുന്നതിന്. അങ്ങനെ അടച്ചിട്ട് അന്നേരം അവർ പ്രത്യേകം നമുക്ക് ഡയറക്ഷൻ തരും. നിങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് വേറെയുള്ള വള്ളത്തിൽ കറങ്ങി നടന്ന് കാണാനൊന്നും പോകരുത്, അത് ഭയങ്കര ഡേഞ്ചറാണെന്ന് നമ്മൾ ആദ്യമേ വാണിങ് തന്നാണ് വിടുന്നത്. അന്നേരം പിന്നെ അത് മാത്രമല്ല 3:30 മണിയാകുമ്പോഴത്തേന് സമയം അങ്ങ് പോവും. നമ്മൾ അവിടെ വരെ ചെന്ന് അതൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് നിൽക്കുമ്പോഴേക്കും തിരിച്ചു വരുമ്പോഴേക്കും അവർ പറഞ്ഞ സമയമാകും. അതുകൊണ്ടാണ് അവർ പറയുന്നത് വേറുള്ള ഇതിലൊന്നും പോയി കറങ്ങാനൊന്നും നടക്കരുത് എന്ന് പ്രത്യേകം പറയുന്നത്. അത്ര സേഫ് അല്ലെന്നും പറയുന്നുണ്ട്. ഒരുപാട് വള്ളക്കാരെല്ലാം നമ്മളിങ്ങനെ വട്ടമിട്ട് നിൽക്കുന്നുണ്ട്, ഇതിലൊന്ന് കയറി ഇതിലൊന്ന് കയറെന്നും പറഞ്ഞ്. കാരണം അത് അവരുടെ ജീവിത മാർഗമാണ്, അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കി വേണം പോകേണ്ടുന്നത്. അങ്ങനെ ഞാനില്ല കോട്ടൊക്കെ ഇട്ട് ഗമയിൽ അങ്ങനെ 5-6 ആളുകളുമൊക്കെ ഉള്ള എൻ്റെ ന്യൂ എക്സ്പീരിയൻസ് ആണ് അതൊക്കെ ഇട്ട് ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുന്നത്. ഞാനതെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നോക്കി വീഡിയോയും ഒക്കെ എടുത്ത് ഗമയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അങ്ങ് ചെന്ന് ഇറങ്ങുമ്പോൾ ഒരു തിട്ട പോലുള്ളൊരു സ്ഥലമുണ്ട്. കുറച്ച് ഭാഗം ഇങ്ങനെ പൊക്കത്തിൽ വെള്ളത്തിലിങ്ങനെ പണിതിട്ടിരിക്കുന്നു. കാരണം ഈ സാധനം ഈ വണ്ടിയിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ താഴെ ഇറങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെരുപ്പൊക്കെ അവിടോട്ട് വെച്ചിട്ട് നമുക്ക് വെള്ളത്തിലോട്ട് പയ്യെ ഇറങ്ങണം. പക്ഷേ അപ്പോഴാണ് ചെരുപ്പ് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മാത്രം ആരുമില്ല. എല്ലാവരുടെയും കൂടെ ഫാമിലിയുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള ഫ്രണ്ട്സും, അല്ലെങ്കിൽ വന്ന അങ്കമാലി ടീമുകളെല്ലാം കൂടെ ഗ്രൂപ്പല്ലേ, അവർ പല ഫാമിലികളെല്ലാം കൂടെ ചേർന്നതാണ്. ഞാൻ അങ്ങനെ വെള്ളത്തിൽ എനിക്ക് ഇറങ്ങാൻ ഒരു ചെറിയ പേടിയുണ്ട്. മാത്രമല്ല താഴോട്ട് നല്ല ആഴമുണ്ട്. കാരണം മുട്ടപ്പം വെള്ളമുണ്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പം കാണാൻ ഒരാൾ ഹസ്ബൻഡ് വൈഫ് ഒരു മോനാണ്. ഞാൻ പറഞ്ഞ് ഒന്ന് പിടിക്കാൻ, അങ്ങനെ കൈ ഇങ്ങനെ തന്നു. അപ്പോൾ വെള്ളത്തിലോട്ടങ്ങ് ഇറങ്ങി. അപ്പോഴേ വെള്ളത്തിലിറങ്ങിയിട്ട് കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല, കൊള്ളാം, ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് വന്നപ്പോൾ ഞാൻ ആ ഫാമിലിയുടെ കൂടെ തന്നെ കൂട്ടിയേർന്ന് ഞാനും കൂടെ അങ്ങ് നടന്ന് അവിടെ എല്ലാം നടന്ന് കണ്ട് അവർ പറഞ്ഞ് ഒന്ന് വീഡിയോ എടുത്തു കൊടുക്കുക. അങ്ങനെ അവർ നിന്ന വീഡിയോ ഞാൻ അങ്ങനെ എടുത്തു. അവരുടെ ഫാമിലി വീഡിയോയാണ്. ആ മരത്തിൻ്റെ മുകളിലൊക്കെ ചാരി നിൽക്കുന്നതൊക്കെ കണക്കുള്ളത് എടുത്തു. അപ്പോൾ കൂട്ടത്തിൽ വന്ന വേറൊരാൾ പറഞ്ഞു ഒരു ഫോട്ടോ എടുത്തു കൊടുക്കുക. അങ്ങനെ ഞാൻ ആ ഫോട്ടോയും എടുത്തു കൊടുത്തു. അങ്ങനെ സാമ്പ്രാണിക്കൊടിയിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കൂട്ടുകാരെ. എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. ഇതൊരു ഞാൻ പല പ്രാവശ്യം പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവിടെ നിങ്ങളെല്ലാം ഒന്ന് പോയി കാണണമെന്ന്.
ഇത്രയ്ക്കൊരു ഗംഭീര എക്സ്പീരിയൻസ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കൂട്ടുകാരെ. എല്ലാവരും അവസരം കിട്ടിയാലൊന്ന് പോയി കാണണം. അങ്ങനെ ഇങ്ങനെയും കിടക്കുന്ന ഈ കായലിലൂടെ ഇങ്ങനെ സമതലം പോലെ അവിടെ എല്ലാം ഒരേ ആഴമാണ്. കുറേ ഏരിയയിൽ ഇങ്ങനെ നമുക്ക് നടന്ന് കാണാം. അവിടെ ചെന്നിറങ്ങുമ്പോൾ ഉപ്പിലിട്ട മാങ്ങ ആളുകൾ അതെല്ലാം നിന്ന് കൊച്ചു പിള്ളേരെല്ലാം അതൊക്കെ നിന്ന് ഇങ്ങനെ കഴിക്കുന്നു, അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നു. പിന്നെ എനിക്കിഷ്ടപ്പെട്ട വേറെ നല്ല ഐറ്റം ഉണ്ട്. കാരണം അന്നേരം നല്ല അത്രയും സമയം മഴയൊന്നും ഇല്ലാതെ നിന്നെങ്കിലും സാമ്പ്രാണിക്കോടി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പം ദാണ്ട മഴ നല്ലതുപോലെ അങ്ങ് പെയ്തു. ഞാനൊരു തോർത്തും പുതിയതൊക്കെ വാങ്ങിച്ചും കൊണ്ടാണ് പോയത്. കാരണം എനിക്കറിയാം കാറ്റ് നല്ലതുപോലെ അടിക്കും. എൻ്റെ മുടിയുടെ അവസ്ഥ നിങ്ങൾക്കറിയാലോ, അത് ഉള്ളത് ഇനി പറന്ന് ഉള്ളതും കൂടെ പൊഴിയും. കാരണം ഇപ്പോൾ ചെറിയ രീതിയിൽ ഒരു മാറ്റമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇല്ല, ഡോക്ടറെ കണ്ട് അതിന് വേണ്ടുന്ന മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ കാറ്റടിച്ച് ഈ ഉള്ളത് പോവാതിരിക്കാനാണ് എൻ്റെ ശ്രമം. അപ്പോഴാണ് ഒരു മഴ പെയ്തത്. അപ്പോൾ ഈ തോർത്ത് എനിക്ക് നല്ലതുപോലെ പ്രയോജനപ്പെട്ടു. മൊബൈൽ താഴെ പോകാതെയും പിന്നെ തല നനയാതെയും. തല നനഞ്ഞാൽ പിന്നെ ജലദോഷമാണ്. അങ്ങനെ ഈ തോർത്തുമൊക്കെ കെട്ടി പയ്യെ പയ്യെ ഞാൻ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്നു. അപ്പോഴേക്ക് എനിക്ക് നല്ല ഇതായത് കാരണം ആ ഫാമിലി അങ്ങ് അവർ വേറെയൊക്കെ അങ്ങ് പോയി. ഞാൻ ചിലർക്ക് വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തു. അപ്പോഴാണ് എൻ്റെ മൊബൈലിൻ്റെ ഇതെല്ലാം അങ്ങ് തീർന്ന്. അന്നേരം എനിക്ക് വീഡിയോ എടുത്തെങ്കിലേ പറ്റൂ. അങ്ങനെ ഞാൻ അവിടെ തന്നെ നിന്ന് കുറേ സ്റ്റോറേജൊക്കെ ആക്കി എടുത്ത് എന്തായാലും ഒരു വീഡിയോ എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റി. ഞാൻ വിചാരിച്ച ഐഡിയയിലൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ആരെങ്കിലും ഒന്ന് വീഡിയോ ആയിട്ട് എടുത്തു തന്നാലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. എന്നാലേ എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ മനസ്സമാധാനത്തിന് ഞാൻ എടുത്തു. കൂട്ടുകാരെ, അവിടെ നല്ലൊരു സാധനങ്ങൾ കിട്ടും. എനിക്കിഷ്ടമുള്ളതാണ് നമ്മുടെ പൈനാപ്പിൾ കട്ട് ചെയ്ത്, അതുപോലെ തന്നെ നമ്മുടെ തണ്ണിമത്തൻ സ്ലൈസസ് ആക്കി അതെല്ലാം ഇങ്ങനെ ഒരു ഐസ്ക്രീമിൻ്റെ ഇതൊക്കെ തരുത്തില്ലേ, അതുപോലുള്ള എണ്ണത്തിനകത്ത് ഇങ്ങനെ ഒരു എന്തുവാ ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന കണക്കുള്ള ഒരു ഇതൊക്കെ വെച്ച് ഇങ്ങനെ നമുക്ക് അത് ആസ്വദിച്ച് കഴിക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ ട്രിപ്പ് പോയാലും പൈനാപ്പിളിൻ്റെ അല്ലെങ്കിൽ തണ്ണിമത്തൻ്റെ ഒരെണ്ണം വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അത് നമുക്ക് നല്ല പോഷക ഗുണമുള്ള ഒരു സംഭവമാണ്. നമുക്ക് വയറിനൊന്നും ഒരു പ്രോബ്ലം വരത്തില്ല. വഴിയിൽ നമ്മൾ എവിടെ പോയാലും അത് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കൂട്ടുകാരെ. അത് നമുക്ക് നല്ല വേറുള്ള ഫുഡുകളൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്കങ്ങ് നിൽക്കാൻ പറ്റും. ക്ഷീണവും ഇല്ല, ഒന്നുമില്ല. വെള്ളം കുടിച്ചില്ലേലും ഒന്നും കുടിച്ചില്ലേലും ഇത് മാത്രം മതി. നല്ല ഒരു സുഖമാണ് കിട്ടുന്നത് കൂട്ടുകാരെ. അങ്ങനെ അതെല്ലാം അങ്ങനെ പിന്നെ വെള്ളത്തിൽ അങ്ങനെ പല പല ഇതുകളുണ്ട്. ലേഡീസാണ് കുടയൊക്കെ നൂത്ത് പിടിച്ച് പാവത്തുങ്ങൾ ആ വെള്ളത്തിലാണ് ഇങ്ങനെ നിന്ന് കച്ചവടം നടത്തുന്നതെന്ന് നമ്മൾ ഓർക്കണം. അവരെത്രയോ മണിക്കൂർ കൊണ്ടായിരിക്കും അതെല്ലാം ഇങ്ങനെ കച്ചവടം ചെയ്യാനായിട്ട് അവിടെ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു എക്സ്പീരിയൻസ്. അവിടെ ഇങ്ങനെ കുഞ്ഞു അവിടെ നിൽക്കുന്ന മരങ്ങളുടെ തൈകൾ ചിരട്ടയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ആക്കി അങ്ങനെ പിന്നെയും പിന്നെയും നട്ട് വെച്ചിരിക്കുന്നു. അതാണ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ കാണപ്പെടുന്നത്. അതാണ് ഏറ്റവും അധികം അതിൻ്റെ ആകർഷണമെന്ന് പറയുന്നത്. പിന്നെ നമ്മളിങ്ങനെ കായലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ നല്ല ഈ എന്തുവാ തുരുത്ത് പോലെ ഒരുപാട് പിന്നെ സസ്യങ്ങളെ കൊണ്ട് നിറഞ്ഞ, അതിൻ്റെ പേര് ഞാനിങ്ങ് മറന്നും പോയില്ല. അതുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടൽക്കാട് പോലെയുള്ള സ്ഥലം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ വലിയ ഫോറസ്റ്റ് പോലെ അതിൻ്റെ അകത്തോട്ടൊക്കെ കാണുന്നു. അതൊക്കെ നമ്മൾ സൈഡിലിരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമ്മുടെ മനസ്സിന് തോന്നുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ പോയി കാണണം കൂട്ടുകാരെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ തിരിച്ച് കുറച്ച് സമയം അങ്ങനെ അതെല്ലാം ഇങ്ങനെ കണ്ട് കുറേ ഏരിയയിൽ നമുക്ക് ഇങ്ങനെ നടക്കാം വെള്ളത്തിലൂടെ. എന്തായാലും കുറച്ച് സമയം മഴ പെയ്തിട്ട് ഉടനെ തന്നെ മഴയങ്ങ് തീർന്നു. കൂടുതൽ നമ്മളെ വലച്ചില്ല. പിന്നെ എന്നിട്ട് അങ്ങനെ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സംഭവം ഒരു പ്രത്യേക പല സ്ഥലങ്ങളിൽ ഇത്രയും നാളിനകം വെച്ച് പോയിട്ടുണ്ടെങ്കിലും ഈ എക്സ്പീരിയൻസ് വളരെ പറഞ്ഞെങ്കിലേ പറ്റൂ. അത് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ കൂടുതൽ സമയമൊന്നും നമുക്ക് കിട്ടത്തില്ല. പെട്ടെന്ന് സമയം അങ്ങ് കഴിയും. ഉടനെ തന്നെ അടുത്ത വള്ളത്തിൽ അതൊക്കെ എടുത്തിട്ട് ഗമയിൽ എനിക്ക് അവ ഏറ്റവും ഇഷ്ടമാണ്. കൊച്ചു പിള്ളേരാണൊക്കെ ഞാൻ അതൊക്കെ എൻജോയ് ചെയ്തില്ല. സാധനമൊക്കെ എടുത്തിട്ട് ഗമയിൽ തിരിച്ച് ഇനി വന്നിറങ്ങി. അപ്പോഴാണ് തിരിച്ചിറങ്ങുമ്പോൾ ഉണ്ടല്ലോ വീണ്ടും ഇനി ഏതാനും
15 മിനിറ്റ് കൊണ്ട് നമ്മളങ്ങ് നമ്മുടെ തിരിച്ചുള്ള സ്ഥലത്തെത്തും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നല്ല പാട്ടൊക്കെ പാടി കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളെ എന്നിട്ട് അവസാനം എനിക്ക് ഒരു ഇടയ്ക്കൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടി പലരും. അപ്പോഴാണ് മൈക്കും കൊണ്ട് എൻ്റെ അടുത്ത് വന്നത് ഒരു പാട്ട് പാടാൻ. ഇന്ന് വരെ പാട്ടൊന്നും പാടിയിട്ടില്ലെങ്കിലും എനിക്ക് അവസരം നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല. അങ്ങനെ ഞാനും ഒരു പാട്ടൊക്കെ പാടിയ പാട്ടെന്ന് പറയുന്നത് കളിവീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ ഒരു നോക്കു കാണുവാനെൻ ആത്മാവ് തേങ്ങുന്നല്ലോ ചിരിക്കുന്ന തിരമാലകളെ ഇരിക്കുന്ന പൂക്കളെ അറിയില്ല നിങ്ങൾക്കെൻ്റെ അടങ്ങാത്ത ജന്മദുഃഖം. എല്ലാവർക്കും ഒരുപാട് ദുഃഖങ്ങളുണ്ട്. ഈ ദുഃഖങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കിയാണ് ഓരോരുത്തരും ഇങ്ങനെ നടക്കുന്നത് കൂട്ടുകാരെ. ഈ പാട്ട് എനിക്ക് എപ്പോഴും അങ്ങ് മനസ്സിനകത്ത് അങ്ങുണ്ട്. അത് കാരണം ഞാൻ അവസരം നഷ്ടപ്പെടുത്തിയില്ല, ഇതങ്ങ് പാടി എനിക്കറിയാവുന്നത്. അതിന് ട്യൂണുമില്ല, ഒന്നുമില്ല. എനിക്കറിയാവുന്നത് ഞാൻ പാടി, പിന്നെ അല്ലാതെ എന്തുവാ. അങ്ങനെ എൻ്റെ അവസരം. പക്ഷേ അവസാനം എനിക്കൊന്ന് അതിൻ്റെ എല്ലാവരെയും ഒരു നന്ദിയൊക്കെ പറയണമെന്ന് എല്ലാവർക്കും ഓരോ അവസരമൊക്കെ കൊടുത്തായിരുന്നു. പക്ഷെ ഞാൻ അതിലൊന്നും ഞാൻ പറഞ്ഞില്ല. ഇനി ഒരു അവസരം കിട്ടിയാൽ ഞാൻ അത് പറയും. അന്നേരം എന്താണെന്തോ എനിക്കൊന്നും മിണ്ടാൻ തോന്നിയില്ല. അത് കാരണം ഒന്നും പെട്ടെന്നങ്ങ് തീർന്നില്ലേ. 10 മിനിറ്റ് ആയപ്പോഴത്തേനും നമ്മുടെ തിരിച്ചിങ്ങ് കൊല്ലത്ത് വന്നു കൂട്ടുകാരെ. ഇതായിരുന്നു സംഭവബഹുലമായ ഒരു ബോട്ട് യാത്ര. ഇനി അടുത്തത് മനസ്സിൽ ഒരു പ്ലാനിങ് ഉണ്ട്. പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് നടക്കുകയാണെങ്കിൽ വീഡിയോ ഇടാം, വീണ്ടും വീഡിയോ കാണാം. അതേ പറ്റത്തുള്ളൂ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് അതിന് പോകാം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. വിചാരിച്ചിരിക്കാതെ അങ്ങ് പോവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും. അങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കൂട്ടുകാരെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു മൈൻഡ് അങ്ങ് ആക്കണം. ഇനി ആകെ കുറച്ച് നാളുകളേ ഉള്ളൂ ജീവിതം. എല്ലായിടത്തും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും പ്രോബ്ലംസാണ്. അതുപോലെ തന്നെ അങ്ങ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും എന്ന് വേണ്ട പ്രകൃതിക്ഷോഭങ്ങളും ദുഃഖങ്ങളുമാണ്. പലരെയും കാണുന്നില്ല, വീടുകളെല്ലാം തകരുന്നു. ഇങ്ങനെയൊക്കെ അങ്ങ് ദുഃഖങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എന്നും വിചാരിക്കണം, ഭഗവാനെ ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസമാണ്, എൻ്റെ ഈ ദിവസം ഇങ്ങനെ കടന്നുപോയി, എനിക്കിനി നാളെയും നല്ല ദിവസമായിരിക്കും, ഞാൻ എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്യും, നല്ലത് പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമുക്കൊരു ആപത്തും ഒന്നും വരാതെ നമ്മൾ ഇനിയും അടുത്ത യാത്രകളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ അടുത്ത എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും കൂട്ടുകാരി. എല്ലാവരും നല്ലത് മാത്രം ചിന്തിക്കുക. എല്ലാവർക്കും ശുഭരാത്രി. സമയം എത്രയായി? 7:30 മണിയായതേ ഉള്ളൂ കൂട്ടുകാരി. അതുകൊണ്ട് രാത്രി എല്ലാവർക്കും ഗുഡ് ഈവനിങ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും, ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്. കാരണം ചില ദിവസങ്ങളിൽ ഉറക്കം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില ദിവസങ്ങളിൽ ഉറങ്ങും. അഥവാ ഉറങ്ങി വരുമ്പോൾ വേറെ എന്തെങ്കിലും കണ്ടങ്ങ് കൊണരും. അങ്ങനെയൊക്കെയാണ്. നല്ല ഉറങ്ങുന്ന സമയങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പം വലിയ ഉറക്കം ഒന്നുമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നല്ല സ്ട്രെസ്സുകളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഉറക്കം വരത്തില്ല കൂട്ടുകാരെ. അതാണ് കാരണം. ഉറങ്ങാത്തതിന് പല പല റീസൺസ് ഉണ്ട്. ഒരുപാട് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഉറങ്ങത്തില്ല. നമുക്ക് ബോഡിക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഉറങ്ങത്തില്ല. പിന്നെ ശരീരത്തിന് ഒരു വ്യായാമമോ ഒരു അധ്വാനമോ ഇല്ലെങ്കിൽ ഉറങ്ങത്തില്ല. ഇങ്ങനെ സോ മെനി റീസൺസ് ആണ് ഇതിന് ഉള്ളത്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഈ പ്രോബ്ലം ഉണ്ട്. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനി അടുത്ത ഒരു യാത്ര അല്ലെങ്കിൽ അടുത്ത ഒരു പുതിയ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം കേട്ടാ കൂട്ടുകാരെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു കൂട്ടുകാരെ.